ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ അധികമായി ഏർപ്പെടുത്തിയ പകരച്ചുങ്കം അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യ 25% നികുതി കൂടി നൽകണം എന്ന നിബന്ധന ഏർപ്പെടുത്തിയത്. വർദ്ധിപ്പിച്ച നികുതി ഓഗസ്റ്റ് 27 മുതൽ നടപ്പിലായത് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുക്കൾ നീക്കുന്നത്. ചൈനയും ഇന്ത്യയെപ്പോലെ റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിനെതിരെ ട്രംപ് ഒരു ശിക്ഷണ നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിവേചനത്തെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ നിർദ്ദിഷ്ട ചൈന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ ഒരു വഴിത്തിരിവാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എണ്ണ വാങ്ങുന്നത് വഴി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നു എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി വർദ്ധിപ്പിച്ചത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിശദീകരണം. എന്നാൽ അമേരിക്ക ഇപ്പോഴും നിരവധി ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് അമേരിക്ക തന്നെ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിർമ്മിക്കുന്ന രാസവളങ്ങൾ വ്യാപകമായി അമേരിക്ക ഉപയോഗിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ഈ രാസവളങ്ങളുടെ ഇറക്കുമതിയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ സഖ്യകക്ഷികളായ യൂറോപ്പും റഷ്യയുമായുള്ള വ്യാപാരം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ഫ്രാൻസ്, ജർമ്മനി, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നു. പതിറ്റാണ്ടുകളായി തുടരുന്ന വ്യാപാര ബന്ധങ്ങൾ അത്ര വേഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയുന്നില്ല. ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക പകരച്ചുങ്കം ബുധനാഴ്ച മുതൽ നടപ്പിലായി. സമയപരിധി നീട്ടും എന്നായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. ചൈനയുടെ മേൽ പ്രഖ്യാപിച്ച വർധനവ് ഇപ്പോഴും നടപ്പിലായിട്ടില്ല. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ചൈനീസ് വിദ്യാർത്ഥികളെ മടക്കി അയക്കും എന്ന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഈ വിദ്യാർത്ഥികൾ വഴി അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ചൈന സ്വന്തമാക്കുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ വിശദീകരണം. ചൈനയിൽ നിന്നും 6 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത്. ഈ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായി ബുധനാഴ്ച ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു. ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടാൽ തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നരകമാകും എന്നും ട്രംപ് വിശദീകരിച്ചു. വിദ്യാഭ്യാസത്തിലായാലും വ്യാപാരത്തിലായാലും ചൈനയെ ഒപ്പം നിർത്തണം എന്ന കാര്യത്തിൽ ട്രംപിന് തർക്കമില്ല. എന്നാൽ ഇതുപോലൊരു പരിഗണന ഇന്ത്യക്ക് ലഭിക്കുന്നില്ല. സംസ്ഥാന നിയമസഭകൾ പാസാക്കി അയക്കുന്ന ബില്ലുകൾ ഗവർണറും പാർലമെന്റ് പാസാക്കി അയക്കുന്ന ബില്ലുകൾ
രാഷ്ട്രപതിയും ഒപ്പുവെക്കുന്നതോടെയാണ് നിയമം ആകുന്നത്. ഒപ്പുവെക്കുന്നതിന് ഒരു സമയപരിധിയും ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്തായി ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. തമിഴ്നാട് നിയമസഭ പാസാക്കി അയച്ച ബില്ലുകൾ ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിഷയം ആഴത്തിൽ പരിശോധിച്ച കോടതി ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബില്ലുകൾ ഒപ്പിടുകയോ പ്രതികരണം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. തനിക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേക അവകാശമനുസരിച്ച് ഈ വിധി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാൻ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചിനോട് നിർദ്ദേശിച്ചു. ഗവർണർക്കും രാഷ്ട്രപതിക്കും സുപ്രീം കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്ന വിഷയമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇറാന്റെ അംബാസിഡറെ ഓസ്ട്രേലിയ പുറത്താക്കി 7 ദിവസത്തിനകം രാജ്യം വിട്ടുപോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് അസാധാരണമായ ഒരു നടപടിയാണ്. ഓസ്ട്രേലിയയിൽ യഹൂദന്മാർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ഇറാൻ അംബാസിഡറെ പുറത്താക്കാനുള്ള തീരുമാനം തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത്. ഒരു യഹൂദന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലും മെൽബോണിലുള്ള ഒരു സിനഗോഗിലും ഈ അടുത്ത കാലത്ത് ആക്രമണങ്ങൾ ഉണ്ടായി. ഈ 2 ആക്രമണങ്ങൾക്കും ഇറാൻ സൈന്യത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു എന്ന് ഓസ്ട്രേലിയയുടെ അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ചയിലാണ് പ്രവാസികളായ യഹൂദന്മാരെ സംരക്ഷിക്കുന്നതിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചത്. തന്മൂലം ആന്റണി അൽബാനിസിനെ ദുർബലനായ ഭരണാധികാരി എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. മധ്യ ഏഷ്യയിലെ കലാപങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നും ആന്റണി അൽബാനിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ്. സ്വയം ഭരണാധികാരമുള്ള ഒരു പ്രദേശമാണെങ്കിലും ഡെൻമാർക്കിൻ്റെ പരമാധികാരം ഗ്രീൻലാൻഡ് അംഗീകരിക്കുന്നു. ധാതു നിക്ഷേപങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശങ്ങൾ അമേരിക്കയോട് കൂട്ടിച്ചേർക്കുമെന്ന് നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടിയിലൂടെ തൻ്റെ ലക്ഷ്യം നേടുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്ക് വച്ചിട്ടില്ല എന്നാണ് ഡെൻമാർക്ക് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിലാണ് 3 അമേരിക്കൻ പൗരന്മാർ ദ്വീപ് നിവാസികളെ സ്വാധീനിക്കാൻ ഗൂഢനീക്കങ്ങൾ നടത്തുന്നതായി ഡെൻമാർക്കിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സ്ഥാനപതിയോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചതായി ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ദ്വീപ് നിവാസികൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. സെപ്റ്റംബർ 3-ാം തീയതി ചൈനയിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികളുടെ വിവരങ്ങൾ വ്യാഴാഴ്ച ചൈന പുറത്തുവിട്ടു. 2-ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ സൈന്യം ചൈനയുടെ സൈന്യത്തിനു മുമ്പിൽ കീഴടങ്ങിയതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ചൈന ഈ ആഘോഷങ്ങൾ നടത്തുന്നത്. ചൈനയുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്ന പരേഡാണ് പ്രധാന പരിപാടി. റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി, മ്യാൻമർ സൈനിക മേധാവി, പാക് പ്രധാനമന്ത്രി തുടങ്ങിയവരടക്കം 26 രാജ്യത്തിൻ്റെ പ്രതിനിധികളുടെ ലിസ്റ്റാണ് ചൈന പ്രസിദ്ധീകരിച്ചത്. ഈ ചടങ്ങിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന ആയുധങ്ങൾ ചൈന പ്രദർശിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
മറ്റു രാജ്യങ്ങളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. റഷ്യൻ പ്രസിഡന്റ് പുടിനോടൊപ്പം വലിയ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഈ രാജ്യത്തിനുള്ള അംഗീകാരമാണ്. അടുത്ത പ്രാവശ്യം അമേരിക്കയുമായി ചർച്ച നടത്തുമ്പോൾ ചൈനയ്ക്കുള്ള പിന്തുണയും സൈനിക പരേഡും ട്രംപിന് പരിഗണിക്കേണ്ടി വരും. ഉന്നത നിലവാരം പുലർത്തുന്ന ശാസ്ത്രീയ ലേഖനങ്ങളും റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്ന ലോകപ്രസിദ്ധമായ ഒരു വാരികയാണ് ലാൻസെറ്റ്. ഈ ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഇന്ത്യക്കാരുടെ അമിതവണ്ണത്തെക്കുറിച്ചാണ്. പൊതുവിൽ അമിതവണ്ണമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ തന്നെ 18നും 25നും മധ്യേ പ്രായമുള്ളവർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ വർധനവ് കണ്ടെത്തിയിരിക്കുന്നത്. കൊഴുപ്പ് കൂടിയ ഭക്ഷണവും വ്യായാമത്തിൻ്റെ കുറവുമാണ് ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി വിദഗ്ധന്മാർ നിർദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ കാലത്ത് കായികാഭ്യാസങ്ങൾ മിടുക്കന്മാരായ പല കുട്ടികളും ഒഴിവാക്കുന്നു. എന്നാൽ പല വികസിത രാജ്യങ്ങളിലും കായിക പരിശീലനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. തന്മൂലം ഒരു വിദ്യാർത്ഥിക്കും ഇതിൽ നിന്നും ഒഴിവാകാൻ കഴിയില്ല. ജീവിതശൈലീ രോഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന പല രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം അമിതവണ്ണമാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ ബംഗ്ലാദേശ് സന്ദർശിച്ചു. ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് ഇന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. 1971 യുദ്ധത്തെ തുടർന്നാണ് ഈ വിഭജനം. 1974 പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ അംഗീകരിച്ചു എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇപ്പോഴും നന്നേ കുറവാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ ശക്തമായി തുടരുന്നതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ കലാപമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം. ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. 1971 കിഴക്കൻ പാകിസ്ഥാനിൽ പട്ടാളം നടത്തിയ വംശഹത്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാകിസ്ഥാൻ പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യം ബംഗ്ലാദേശിൽ വളരെ ശക്തമാണ്. സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് റാനിൽ വിക്രം സിംഗയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീലങ്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയതിനെ തുടർന്നാണ് 2022 ഇദ്ദേഹം ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തത്. 2024 നടന്ന തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ അമേരിക്ക സന്ദർശിച്ചു മടങ്ങുമ്പോൾ ലണ്ടനിൽ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് പോലീസ് ഇദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് മടക്കയാത്രയ്ക്കിടയിൽ ഇദ്ദേഹം ലണ്ടനിൽ ഇറങ്ങിയത്. ഇത് സർക്കാർ ഫണ്ടിൻ്റെ ദുരുപയോഗം ആണെന്നാണ് ആരോപണം. അറസ്റ്റ് ചെയ്ത് വെള്ളിയാഴ്ച തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും വൈദ്യുതി തടസ്സം ഉണ്ടായതിനാൽ കോടതി നടപടികൾ പൂർത്തിയാക്കാനോ ജാമ്യം അനുവദിക്കാനോ കഴിഞ്ഞില്ല. 2 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഈ മുൻ പ്രസിഡന്റിന് ജാമ്യം ലഭിച്ചത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.